നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം ശ്രീരാമ രാമ രാം രാമമന്ത്രം വെറും രാമമന്ത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊരു ലയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ മനസ്സിനെ അങ്ങനെ ഉയർത്തി ആ പരബ്രഹ്മത്തിലേക്ക് അങ്ങനെ ഉയർത്തി ജീവാത്മാവിന് സുഖിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും സുഖം. അതിനപ്പുറം ഒരു സുഖമില്ല. വേറെ എല്ലാ സുഖവും നാവ് നമ്മളിപ്പോൾ നാളെ ഞായറാഴ്ച ഒരു പരിപ്രദോനം അങ്ങോട്ട് വെച്ചു എന്നിട്ടോ എത്ര പണി ഇടിച്ച് പിഴിഞ്ഞ് ആകെ തളർന്നിട്ട് വന്നിരിക്കും. പിന്നെ ഒന്നും വേണ്ടാതാവുണ്ടാവും. ഒരു ക്ലാസ് കുടിക്കൂലേ, അതിലപ്പുറം വയ്യ. അതും ഷുഗർ അര ക്ലാസ്സേ പറ്റൂ. മുത്തശ്ശീൻ്റെ കൈമ പിടിക്കും കുട്ടികൾ. ഇപ്പോഴത്തെ കാലമാണ്, നമ്മുടെ കാലഘട്ടം അങ്ങനെയായി പോയി. പണ്ട് കഴിക്കാണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ടായപ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ല. അതല്ലേ അവസ്ഥ. ഒന്നും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചല്ല. നമ്മളുടെ ആഗ്രഹങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതാരും തീരുമാനിക്കുന്നത്? ഭഗവാൻ തീരുമാനിക്കും. നമ്മൾ വലിയ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്യും, പക്ഷെ എന്തെങ്കിലും നടക്കാറുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും സമയത്തൊന്നും അവിടെ എത്താൻ പറ്റില്ല, ഈശ്വര കുടുങ്ങിയോ. പക്ഷേ അതെന്തോ ആ സമയത്ത് ഒരു ആംബുലൻസ് പിന്നാലെ നമ്മളെ വണ്ടിയും പോയാൽ മതി, അവിടെ എത്തും നമ്മൾ. അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് കറക്റ്റ് അവിടെ എത്തിക്കും. പറയാൻ നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരുന്ന് പറയും. അത് നിങ്ങളെ മഹത്വം കേട്ടോ. ആ വേദിയിലിരിക്കുന്ന മഹത്തുക്കളുടെ മുഖം കാണുമ്പോൾ പറയണമെന്നൊന്നും കരുതാത്തതൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. അത് ആരുടെ കഴിവാണെന്നോ? ആ ശ്രീഭദ്ര വാണി മാതാവ് നാവിലങ്ങനെ വന്ന് എൻ്റെ കുട്ടികൾക്ക് ഇതുകൂടി പറഞ്ഞു കൊടുക്കൂ എന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്ന്, അച്ഛൻ്റെ സുഹൃത്ത എന്നുള്ള ഭാവം മാത്രമല്ല, ഭക്തനാണ് എന്നുള്ള ഒരു മഹത്വം കൂടി ആർക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾക്കൊക്കെ ക്ലോസ് ഉണ്ട്. എവിടെയെങ്കിലും ചെന്നാൽ, അപ്പം അമ്പലത്തിലൊക്കെ ചെന്നാൽ തന്നെ കാണാറില്ലേ VIP IIP ക്യൂ ഒക്കെ. അവരൊന്നല്ല കേട്ടോ, ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് 4 മണിക്കൂർ നിന്നിട്ട് വരില്ലേ. എന്നോട് പറയും, കൃഷ്ണൻ തിരുമേനിയുടെ ഗുരുവായൂർ വിളിച്ചിട്ട് ടീച്ചർ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കാണും. പുറത്ത് നിന്ന് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്നാലും വേണ്ടിയില്ല, ആ ഭക്തിയോടുകൂടി അവിടെ നിൽക്കുന്നവർക്ക്, അവർക്ക് പ്രാദേശിക ക്യൂ നടക്കുക, അവിടെ ഉള്ളവർക്ക് എപ്പോഴും പോയി തൊഴാം. എന്നാലും അവർക്ക് ടിക്കറ്റ്. അതൊക്കെ ഓരോ അമ്പലത്തിലും അതൊക്കെ എന്തോ നടക്കട്ടെ, നമ്മുടെ ഈ ഓരോ പ്രോട്ടോകോൾ പ്രകാരം. പക്ഷേ ഭക്തനായി അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോ ഗോപുരവാതിൽക്കൽ കാത്തു നിൽക്കും ഗോപികയാവണം. അങ്ങനെ ഒരു അവസ്ഥ നോക്കൂ. മഞ്ജുള എന്താ? മഞ്ജുള എത്രയോ ധ്യാനിച്ചു നിൻ മഞ്ജുള രൂപത്തിൽ ചാർത്തുവാനായി മാലയുമായി നേരം വൈകിയെത്തി മായക്കണ്ണൻ മാല കെട്ടി മോദാൽ. അതാണ് കൃഷ്ണൻ. ഭക്തി മാത്രമേ വേണ്ടൂ. ഭക്തിയോടെ നമുക്ക് തോന്നും ഇപ്പം ഞാൻ എത്ര നേരം നിന്നു, അവരൊക്കെ ആദ്യം തൊഴുതു പോയില്ലേ. നമുക്കൊരു സമയം വെച്ചിട്ടുണ്ടേ, ആ സമയത്തെ നമ്മൾ അവിടെ എത്തൂ.